ഗർഭകാലത്തിന്റെ 4ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിനുണ്ടാകുന്ന വളർച്ചയും അമ്മയിൽ കാണിക്കുന്ന പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. 3ാമത്തെ ആഴ്ചയുടെ ലാസ്റ്റ് ആയിട്ടോ 4ാമത്തെ ആഴ്ചയുടെ ഫസ്റ്റ് ആയിട്ടോ ആണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്, അതായത് കുഞ്ഞിന്റെ വളർച്ച ആരംഭിക്കുന്നത്. ഫെർട്ടിലൈസ് ചെയ്തിട്ടുള്ള എഗ് മൾട്ടിപ്ലൈ ആയിട്ട് ബ്ലാസ്റ്റോസിസ് സ്റ്റേജിലെത്തി ഈ ബ്ലാസ്റ്റോസിസ് ഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ള ലൈനിങ്ങിൽ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഇന്നർ സെൽ മാസിൽ 3 ആവരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഫസ്റ്റ് ലെയർ ഇന്നർ ലെയർ ആയിട്ടുള്ള ഇന്നർ ടേം ആണ്. ഇതിൽ നിന്നാണ് കുഞ്ഞിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ലിവർ, പാൻക്രിയാസ്, ബ്ലാഡർ, തൈറോയിഡ് ഗ്ലാൻഡ്, ശ്വാസകോശങ്ങളൊക്കെ വളരാൻ തുടങ്ങുന്നത്. അടുത്തത് മിഡിൽ ലെയർ ആയിട്ടുള്ള മീസോഡേമിൽ നിന്നാണ് കുഞ്ഞിന്റെ ഹാർട്ട്, ബോൺസ്, സെക്സ് ഓർഗൻസ്, ബ്ലഡ് വെസൽസ് എന്നിവയൊക്കെ ഉണ്ടാകാൻ തുടങ്ങുന്നത്. അടുത്തത് ഔട്ടർ ലെയർ ആയിട്ടുള്ള എക്ടോഡേമിൽ നിന്നാണ് കുഞ്ഞിന്റെ ബ്രെയിന്, നെർവ് സിസ്റ്റം, സ്കിന്ന്, ഹെയർ, നെയിൽസ്, ഐസ്, ടീത്ത് ഒക്കെ ഉണ്ടായി തുടങ്ങുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ പുറത്തുള്ള ലെയർ യൂട്രസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് പ്ലാസന്റയായിട്ട് മാറുന്നത്, അതായത് മാർബിള. ഈ പ്ലാസന്റയാണ് പ്രഗ്നൻസി ഹോർമോൺ ആയിട്ടുള്ള ഹ്യൂമൻ കൊറിയോണിക് ഗൊണോഡോട്രോപ്പിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് റിലീസ് ചെയ്യുന്നത് ബ്ലഡിലൂടെയാണ്. പിന്നീടാണ് നമ്മുടെ മൂത്രത്തിൽ കണ്ടുവരുന്നത്. ഈ ഒരു വീക്കിൽ കുഞ്ഞിനെ പ്രൊട്ടക്ഷൻ ആയിട്ട്, അതായത് കുഷ്യൻ പോലെ അമ്നിയോട്ടിക് സാക്ക് ഫോം ചെയ്യുന്നു, അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാകുന്നത്. ഇതൊരു വാട്ടറി കൺസിസ്റ്റൻസി ആയിരിക്കും. തുടക്കത്തിൽ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഓക്സിജനും കാര്യങ്ങളും ഒക്കെ യോക്ക് സാക്കാണ് കൊടുക്കുന്നത്. പിന്നീട് പ്ലാസന്റ മുഴുവനായിട്ട് ഫോം ചെയ്തതിനു ശേഷമാണ് അതുവഴിയാണ് കുഞ്ഞിന് ഓക്സിജനും പോഷകങ്ങളും ഒക്കെ ലഭിക്കുന്നത്. നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോഴേക്കും കുഞ്ഞിന്റെ ഈ വളർച്ചയൊക്കെ നടന്നിട്ടുണ്ടാവും. 4th വീക്കിൽ കുഞ്ഞിന്റെ സൈസ് എന്ന് പറയുന്നത് കസ്കസിന്റെ ആ ഒരു വലിപ്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏകദേശം 0.04 ഇഞ്ചും ലെങ്ത് 0.01 ഇഞ്ചും വെയിറ്റ് 0.04 ഔൺസുമാണ് ഉണ്ടാവുന്നത്. 4th വീക്കിൽ നമുക്ക് പ്രഗ്നന്റ് ആണോ എന്ന് അറിയാൻ സാധിക്കുമെന്നാണ് പലരുടെയും സംശയം. 4th വീക്കിന്റെ ലാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താൽ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ലഭിക്കാറുണ്ട്. എന്നാൽ ചിലർക്ക് യൂറിനിൽ HCG ലെവൽ കുറവാണെന്നുണ്ടെങ്കിൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിൽ നെഗറ്റീവ് ആയിരിക്കും ലഭിക്കുന്നത്. ഒരു 1 വീക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് പോസിറ്റീവ് ആയിട്ട് ലഭിക്കാറുണ്ട്. അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രഗ്നന്റ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ്. 4th വീക്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് പൊതുവെ ചെയ്യാറില്ല. അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഫ്ലൂയിഡ് കളക്ഷൻ യൂട്രസിന്റെ ലൈനിങ്ങിലായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ യോക്സാക്കും കാണാൻ പറ്റും. HCG റേഞ്ച് 4th വീക്കിൽ 10 to 750 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ് പെർ മില്ലി ലിറ്ററിന്റെ ഇടയ്ക്കായിരിക്കും. പീരീഡ് മിസ്സാവുന്നതിന് മുമ്പുള്ള ഈ 4ാമത്തെ ആഴ്ചയിൽ ചില ആളുകൾക്ക് പ്രഗ്നൻസി സിംറ്റംസ് കാണിച്ചു തുടങ്ങാറുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഇത് ചില ആളുകൾക്ക് മാത്രമേ കാണാറുള്ളൂ. ഭ്രൂണം ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ടൈമിൽ അതിന്റെ ചുറ്റുഭാഗത്തുള്ള ബ്ലഡ് വെസൽസിന് ചെറിയ പൊട്ടലുകൾ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. ഇത് ചെറിയ സ്പോട്ടിംഗ് ആയിട്ടോ 1-2 ദിവസത്തെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിട്ടോ ആണ് ഉണ്ടാവാറുള്ളത്. ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, ബ്രസ്റ്റ് പെയിൻ കൂടുതലായിരിക്കും, നിപ്പിൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ക്ഷീണം തോന്നാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും, വിശപ്പ് കൂടുതലായിരിക്കും, മൈൽഡ് ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള വയറുവേദന അനുഭവപ്പെടാം, വജൈനൽ ഡിസ്ചാർജ് നമുക്ക് ചെറിയ രീതിയിൽ വെറ്റായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്, അതുപോലെ ഓർക്കാനും ഛർദിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ സിംറ്റംസ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഏതെങ്കിലും 1-2 സിംറ്റംസ് ഒക്കെ ആയിരിക്കും കാണിച്ചു തുടങ്ങുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ മെയിൻ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത് ഈ ആഴ്ചയിലായതുകൊണ്ട് തന്നെ മിസ്കാരേജിനുള്ള ചാൻസ് കൂടുതൽ ആദ്യത്തെ 3 മാസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ദോഷം വരുന്ന ഒന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഈ ഒരു ടൈമിൽ നമ്മൾ സ്മോക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും സ്മോക്ക് ചെയ്യുന്നതിന്റെ പുക നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്കത് പ്രശ്നം ഉണ്ടാക്കില്ല എങ്കിലും നമ്മുടെ വയറ്റിൽ വളരുന്ന ഭ്രൂണത്തെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കഫീന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മെർക്കുറി അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇലക്കറികളും ധാന്യങ്ങളും ഡയറി പ്രൊഡക്ട്സും ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫോളിക് ആസിഡ് അതുപോലെ വൈറ്റമിൻസ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് എടുക്കുക. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.